ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനും വിക്രവും കൂടി കിരണിന്റെ ആ ഒരു പിറന്നാൾ ആഘോഷത്തിനിടയിലേക്ക് വരികയാണ്. കിരണിനൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഭാനുമതി അമ്മയ്ക്ക്. അവരാണെങ്കിൽ വന്ന ഉടനെ തന്നെ വലിയ ബഹുമാനത്തോടു കൂടി തന്നെ വലിയ അങ്ങനെ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. വലിയ ഭയഭക്തിയോടു കൂടി തന്നെ കിരണിനോടും ദീപയോടും അതുപോലെ താരയും കല്യാണിയും ഒക്കെ ഉണ്ടാവും അവരുടെ മുന്നിൽ വെച്ചിട്ട്. അങ്ങനെ ആ സമയത്ത് എന്തായാലും കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മയെ നല്ല രീതിയിൽ തന്നെ പരിഗണിക്കുന്നുണ്ട് കിരൺ ഒരു കേക്ക് കഷ്ണം എടുത്ത് അമ്മൂമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അമ്മൂമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഭാനുമതി അമ്മ ആ കണ്ണുനീര് കൈകൊണ്ട് അങ്ങനെ തുടച്ചു നീക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ മാറി നിന്ന് കാണുന്നുണ്ട് പ്രകാശനും വിക്രവും. അങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട്. ഒരവസരം കിട്ടുന്ന സമയത്ത് അമ്മയെ മാറ്റി നിർത്തി പ്രകാശൻ സംസാരിക്കുന്നുണ്ട്. കൂടെ വിക്രവുമുണ്ട്. അങ്ങനെ അമ്മയോട് പറയാണ്, അമ്മ എന്തായാലും ഇവിടെ നിൽക്കണം, ഇവരുടെ സ്നേഹം പിടിച്ചു പറ്റണം, അവരുടെ മനസ്സിലൊരിടം കണ്ടെത്തണം, അതിനുശേഷം നമുക്ക് അവരെ ഇല്ലാതാക്കാം, അമ്മ ഞങ്ങളുടെ കൂടെ നിൽക്കണം, അവളെ ആ കല്യാണിയെ ആ കിരണിനെ ഇല്ലാതാക്കിയിട്ട് ആ കല്യാണിയുടെ കണ്ണുനീര് നമുക്ക് കാണണം, അതല്ലേ അമ്മ നമ്മളുടെയൊക്കെ ആഗ്രഹം. അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറാൻ കാരണം? എന്തായാലും ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു മാറ്റമൊന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്രകാശൻ. ഞങ്ങൾ തരുന്ന മരുന്ന് അവളുടെ ഭക്ഷണത്തിലും മറ്റും അങ്ങനെ ചേർത്ത് അവളെ കൊല്ലാൻ അമ്മ ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ കാല് പിടിക്കുന്നത് പോലെ പറയുന്നുണ്ട് പ്രകാശൻ ഭാനുമതി അമ്മയോട്. ഭാനുമതി അമ്മയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ പറ്റില്ല എന്ന് തീർച്ചപ്പെടുത്തുകയാണ് ഭാനുമതി അമ്മ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പറയരുത് അമ്മേ, നമ്മുടെ ജീവിതം അവളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും, നമുക്ക് നല്ല ജീവിതം നമുക്ക് വരുള്ളൂ, അവളുള്ളിടത്തോളം കാലം നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഭാനുമതി അമ്മ അത് സമ്മതിക്കാതെ പോരുന്നുണ്ട്. അതേ സമയത്ത് പ്രകാശനെയും വിക്രത്തിനെയും ഇറങ്ങിപ്പോവാൻ പറയുക, എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമല്ലാതെ നിങ്ങൾ നല്ല മനസ്സോടു കൂടിയല്ലേ ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാനുമതി അമ്മ പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ കിരണും കല്യാണിയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഭാനുമതി അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി വന്നതാണ് വിക്രവും അതുപോലെ തന്നെ പ്രകാശൻ എന്ന കാര്യം അവരങ്ങനെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.